ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താട്ടോ, ഓണത്തിൻ്റെ തലേന്നും അന്നുമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഓണത്തിൻ്റെ വീഡിയോ ഇടാൻ താമസിച്ചു പോയി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ആഴ്ച. അതാട്ടോ താമസിച്ചു പോയത്. അപ്പോൾ ഓണം കഴിഞ്ഞുള്ള വീഡിയോ ആണെങ്കിൽ എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അങ്ങനെ ഞങ്ങളിത് ചട്ടിക്കുട്ടി പരിവാരങ്ങളൊക്കെ ആയിട്ട് പൂ പറിക്കാൻ പോയിട്ടുണ്ട്. കാടും മേടും ഒക്കെ നടന്ന് പൂ പറിക്കുക കേട്ടോ. കുറച്ച് പൂവൊക്കെ വാങ്ങി ബാക്കി പറിച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എന്നാലും ഇപ്പോൾ പൂക്കളൊക്കെ കുറവാണ്. 10 ദിവസമായിട്ട് എല്ലാവരും ഇവിടെ വന്ന് പറിക്കുന്നത് കൊണ്ട് പൂക്കളൊക്കെ കുറവാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ മഞ്ഞപ്പൂവാണ് ഇപ്പോൾ പറിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവിടുത്തെ ഓണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരവാണ്. ഇപ്രാവശ്യം ഇവിടുത്തെ ഓണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ പൂക്കളൊന്നും പോരാഞ്ഞിട്ടിതാ കളർ ചെടീൻ്റെ ഇലയും കൂടി പറിച്ച് അരിഞ്ഞിടാമെന്നും പറഞ്ഞുകൊണ്ട് അതിലേക്കും മക്കൾ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും പോയി കുറച്ച് കളറിലയൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഓണക്കോടി തയ്ക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാനായിട്ട് ആ വീട്ടിലും കയറി. അപ്പോൾ അതാ ഇരുടായിട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങളതാ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും അമ്മയുണ്ട് കേട്ടോ, വീട്ടിൽ നിന്ന് വിളിയാണ്. അമ്മമാരങ്ങനെയാണല്ലോ, അവർക്ക് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ചെന്നില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചീത്ത ഉറപ്പാട്ടോ. മക്കളെയും കൊണ്ട് രാത്രി പോയി എന്നും പറഞ്ഞിട്ട് കേൾക്കാം. അതും പറഞ്ഞുകൊണ്ട് നാത്തൂനതാ പോകുന്നുണ്ട്. അപ്പോൾ അതാ വീട്ടിൽ ചെന്നപ്പോഴേക്കും അമ്മേനെ കുറച്ച് സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ഓക്കെ ആയേ. അപ്പോൾ അത് അമ്മ കാളൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളി നന്നാക്കി കൊടുത്ത് പോയതാണല്ലോ, ബാക്കിയെല്ലാം അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ രാത്രിയായി പൂ നന്നാക്കാനിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെയാണ് പൂ നന്നാക്കാൻ ഇരിക്കുന്നത്. അന്നേരത്തേക്ക് ഇതാ ഷാജേട്ടൻ വന്നു, ആങ്ങളെയും വന്നു. അവരും കൂടി ഞങ്ങളുടെ കൂടെ പൂ നന്നാക്കാൻ. അപ്പം ഞങ്ങൾ കളറിലകളൊക്കെ അരിഞ്ഞ് പൂവൊക്കെ നന്നാക്കി അങ്ങനത്തെ എല്ലാ പണികളും രാത്രി തന്നെ ഒരുക്കി വെക്കും കേട്ടോ. അങ്ങനെ അതാ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മക്കളതാ പാട്ടൊക്കെ വെച്ച് തുള്ളാൻ തുടങ്ങിയേ. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങി. പിന്നെ ഇതാ തിരുവോണത്തിനന്ന് നേരം വെളുത്ത് രാവിലെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നേരം വെളുത്ത് വരുന്നതാട്ടോ ഉള്ളൂ. ഇനി ഞങ്ങൾ പൂ ഇടുന്ന പരിപാടിയിലാണ്. പൂവിന് എന്തൊക്കെയാണെങ്കിലും പൂ കുറവാട്ടോ, കുറേ പൂവൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയതാണെങ്കിലും ഒരേ കളറായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പൂവൊക്കെ അത് മതി ഇത് വെച്ച് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി മക്കളൊക്കെ ഇനി ചെറിയവരെയൊക്കെ എടുത്ത് കുളിപ്പിച്ച് പിന്നെ അമ്പലത്തിൽ പോകണം. അങ്ങനെ ഓരോരുത്തരെയായിട്ട് കുളിപ്പിക്കാൻ പോയിട്ട് അപ്പോൾ അവരെ കുളിപ്പിച്ച് ഒരുക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ രാവിലെ എല്ലാവരും കൂടി ഒന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം, സദ്യ വഴിപാടുകളൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ആവാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോവുകയാണേ. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലം ഉണ്ട് കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും. വെള്ളിയൂർക്കാവ് അമ്പലത്തിലേക്കാണ് പിന്നെ ഞങ്ങൾ പോണത്. അപ്പോൾ അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു. ഇനി ബാക്കി കലാപരിപാടികൾ തുടങ്ങുകയായി. അപ്പോൾ ഇനി നേരെ അടുക്കളയിലേക്ക്. അങ്ങനെ അടുക്കളയിലേക്ക് പപ്പടം, പഴം, പായസം അതൊക്കെയാണ് ഇന്നത്തെ സദ്യ തന്നെയാണ്. അതെല്ലാം ആയി. അപ്പോഴത്തേക്കിതാ വരണ്ടവരൊക്കെ വന്നു. നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇപ്രാവശ്യം ഇവിടെ ആട്ടോ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും കൂടി കൂടാൻ പറ്റിയത് ഓണം, വിഷു അങ്ങനെയുള്ള ഫംഗ്ഷന് മാത്രം കേട്ടോ. എല്ലാവരും അല്ലെങ്കിൽ മക്കൾക്ക് ക്ലാസ് അങ്ങനെ എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ചെയ്യാറാണ് പതിവ്. ഒന്നും മിസ്സാക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി ഇതാ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നിലത്തിരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. അപ്പം നിലത്തിരുന്ന് പായൊക്കെ വിരിച്ച് പിന്നെ നിലത്തിരുന്നിട്ട് ഇലയൊക്കെ ഇലിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളവർ ഇതാ ടേബിളിൻ്റെ മുകളിലൊക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചു. ഇനി ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം ബാക്കിയായിട്ടുണ്ട്. അങ്ങനെ ഇതാ പിന്നെ ഇനി അടുത്ത ഇവർ കഴിച്ചിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഊഴമായിട്ടോ. ഇനി ഞങ്ങളും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മക്കളതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് മാറി നിന്നതാണ്. അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. ഇന്ന് ഓണമായിട്ടും മഴ മാറി നിൽക്കുന്നൊന്നുമില്ല, നല്ല മഴ പെയ്യുന്നുമുണ്ട്, കാറ്റും ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇന്നത്തെ മഴയും ഇന്നത്തെ ഓണവും മഴയിലായിപ്പോയി.
പിന്നെ അങ്ങനെയതാ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അതാട്ടോ അമ്മയ്ക്ക് കാല് മടക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ട് കാലൊക്കെ നീട്ടിയിരുന്നതാ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞവഴി ഞങ്ങൾക്ക് വരണം കേട്ടോ, ഇങ്ങോട്ട് കമ്പളക്കാടേക്ക് പോരണം. ഇവിടെ വന്നിട്ട് ഷാജേൻ്റെ വീട്ടിലേക്ക് പോകണം ഞങ്ങൾക്ക്. എന്നാൽ നാളെ അവിടെ ഓണം, ചെറിയ രീതിയിലൊരു ഓണാഘോഷം നാളെ ഉണ്ടാവും. അപ്പോൾ നാളെ ആഘോഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തൂനും അങ്ങനെ എല്ലാവരും വരണമല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും പിറ്റേന്നാട്ടോ അവിടെ ഓണസദ്യയൊക്കെ ഒരുക്കൽ. അങ്ങനെ ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങ് പോരുവാണ് കേട്ടോ. മക്കളത് എന്നിട്ട് പോരാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അവർ ഭയങ്കര കളി, എല്ലാവരും ഇങ്ങോട്ട് കൂടിയ ദിവസമായതും കൊണ്ട് അവരതാ നല്ല കളിയാട്ടോ. ഇതാട്ടോ അമ്പാടിക്കുട്ടനാണെങ്കിൽ സൈക്കിളിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്നതേ ഇല്ല. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാട്ടോ. അതാ പോരുന്ന വഴിക്കതാട്ടോ നമ്മുടെ മുമ്പിൽ തന്നെയുള്ള റബ്ബർ തോട്ടത്തിൽ കൂടി അതാ മയിലോടുന്നു. ഇവൻ ഇവിടെ സ്ഥിരം ഒരാളാട്ടോ, എപ്പോൾ ഈ തോട്ടത്തിലുണ്ടാവും. അപ്പോൾ പെയ്ത മഴയൊക്കെ അന്നേരത്തേക്കും പോയി. ഇപ്പം അതാ പിന്നെയും വെയിൽ തെളിഞ്ഞു കേട്ടോ. മഴയും വെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ ഓണം അടിപൊളിയായി.